2025 ഫെബ്രുവരി മാസത്തിലെ PSC കലണ്ടർ കൃത്യമായിട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇന്ന് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ള ആൾക്കാരുടെ എണ്ണം PSC പുറത്തുവിടുകയുണ്ടായി. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് എത്ര ആൾക്കാരൊക്കെ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വരുന്നത് ലെക്ചർ ഇൻ ആർക്കിടെക്ചറിലെ പോളിടെക്നിക്കിലേക്കുള്ള 03/2024 കാറ്റഗറി നമ്പറിൽ വരുന്ന എക്സാം ആണ്. 6/2/2025 നടത്താൻ പോകുന്ന എക്സാമിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 1153 ആയിരുന്നു. അത് 728 പേര് മാത്രമാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. 136/2024 ട്രേഡ്സ്മാൻ വെൽഡിംഗ് മെക്കാനിക്കൽ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ്. അത് 17/2/2025 എക്സാം നടക്കുന്നത്. 6976 പേരായിരുന്നു അതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ 4536 പേർ മാത്രമാണ് അത് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. ദെൻ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ, നമുക്കറിയാം ബിടെക് കഴിഞ്ഞ ആൾക്കാരുടെ ഒരു സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു പോസ്റ്റാണ്. PSC ഇത്തവണ സിലബസ് എല്ലാം റിവൈസ് ചെയ്തുകൊണ്ട് തന്നെ അതിലൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണമാണ് അവിടെ കുറവ് വന്നിട്ടുള്ളത്. ഇപ്പോൾ അവിടെ കൺഫർമേഷൻ കൊടുത്തുള്ള ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 24,108 പേർ മാത്രമാണ് അത് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രത്തോളം ഒരു 14,000 പേരിൽ ആൾക്കാരോളം അവിടെ കുറവ് വന്നിട്ടുണ്ട്. ആ ഒരു ചേഞ്ച് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ആ സിലബസിൽ വന്ന മാറ്റം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൺഫർമേഷൻ കൊടുത്ത ആൾക്കാർക്കെല്ലാം തന്നെ വലിയൊരു ചാൻസ് തന്നെയാണ് എന്നുള്ളത് ഓർത്ത് തന്നെ ആ പഠനം നല്ല വൃത്തിയിൽ തന്നെ ചെയ്തു കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ആ ഒരു പോസ്റ്റിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. ദെൻ 036/2024 ഓവർസിയർ ഗ്രേഡ് 2 മെക്കാനിക്കൽ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലേക്ക് വിളിച്ചിട്ടുള്ള എക്സാം ആയിരുന്നു. 7074 പേരായിരുന്നു അതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. 3997 പേരാണ് അതിലേക്ക് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. ദെൻ അടുത്ത നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ യൂണിവേഴ്സിറ്റി ഇൻ കേരളയിലേക്കായിരുന്നു. 20/2/2025 എക്സാം നടത്താനായിട്ട് PSC തീരുമാനിച്ചിട്ടുള്ളത്. 94,601 പേർ അതിലേക്ക് അപ്ലൈ ചെയ്തപ്പോൾ 6281 പേർ മാത്രമാണ് അതിലേക്ക് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. ദെൻ 135/2024 ട്രേഡ്സ്മാൻ R&AC ട്രേഡ്സ്മാൻ R&AC എന്ന ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അത് 3555 പേരായിരുന്നു അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ 2175 പേർ മാത്രമാണ് ഇതിലേക്ക് കൺഫർമേഷൻ കൊടുത്തുള്ളത്. എക്സാം നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് 25/2/2025 ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? അടുത്ത 137/2024 ട്രേഡ്സ്മാൻ മെഷീനിസ്റ്റ് ആണ്. അത് 27/2/2025 ഈ എക്സാം നടത്താനായിട്ട് പോകുന്നത്. അതിൽ 5722 പേരായിരുന്നു അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. 3816 പേർ മാത്രമാണ് അതിലേക്ക് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. ദെൻ നോക്കിയേ, ട്രേഡ്സ്മാൻ ടേണിംഗ് ആണ്. നമുക്ക് ആ ഒരു ഗവൺമെന്റ് പോളിടെക്നിക്സിലേക്കും അതുപോലെ തന്നെ ഹൈസ്കൂളിലേക്കും ടെക്നിക്കൽ ഹൈസ്കൂളിലേക്കും എഞ്ചിനീയറിംഗ് കോളേജിലേക്കും ഒക്കെ വരുന്ന പോസ്റ്റാണ്. 28/2/2025 ആ ഒരു എക്സാം നടത്താനായിട്ട് പോകുന്നത്. 3259 പേർ അപ്ലൈ ചെയ്തിരുന്നു. 2367 പേർ മാത്രമാണ് അതിലേക്ക് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കിയപ്പോൾ നമുക്ക് ഈ ഒരു ഫെബ്രുവരി മാസത്തിലേക്ക് വരുമ്പോൾ കുറെ ആൾക്കാർ തന്നെ ആ കൺഫർമേഷൻ കൊടുക്കാതെ ആ ഒരു എക്സാം ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അവിടെ ഒരു വലിയ രീതിയിലുള്ള ഒരു ചേഞ്ച് ആണ് അവിടെ വരുന്നത്. നിങ്ങൾ എല്ലാവരും തന്നെ നന്നായിട്ട് സ്മാർട്ടായിട്ട് ഈ പഠനം മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു സ്വപ്നതുല്യമായിട്ടുള്ള ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും തന്നെ വളരെ സ്മാർട്ടായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇൻഡസ്ട്രി സെക്ഷൻ ഓഫീസറിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചാൻസ് നമ്മൾ ബിടെക്കാർ കഴിഞ്ഞിടത്തോളം അത്രത്തോളം ചാൻസ് ഉള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈലന്റ് ടെക്നിക്കലിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു കോഴ്സ് IOയ്ക്കായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഇതുവരെ കോഴ്സ് പർച്ചേസ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കോഴ്സിലേക്ക് എല്ലാവരും എത്തിച്ചേരുക. പഠനം നന്നായി കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.